നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കാർ വിപണിയായ ഇന്ത്യയിൽ കണ്ണുവെച്ച് ഒത്തിരി വിദേശ ബ്രാൻഡുകൾ തന്ത്രം മെനയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ EV ബ്രാൻഡുകളിൽ ഒന്നാണ് വിൻഫാസ്റ്റ്. വിയറ്റ്നാം ആസ്ഥാനമായുള്ള ബ്രാൻഡ് ടെസ്ല അടക്കമുള്ള കമ്പനികളുമായാണ് കൊമ്പുകോർക്കുന്നത്. ഇലോൺ മസ്കിന്റെ ടെസ്ലയുടെ ഇന്ത്യൻ എൻട്രി സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കെ അതിനു മുമ്പേ കളം നിറയാനുള്ള ഒരുക്കത്തിലാണ് വിൻഫാസ്റ്റ്. ഇതിനാൽ കോടികൾ നിക്ഷേപിച്ച് വിൻഫാസ്റ്റ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വാഹന നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തറക്കല്ലിട്ട ഈ പ്ലാന്റ് ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ വർഷം ജനുവരിയിലാണ് തൂത്തുക്കുടിയിൽ വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി വിൻഫാസ്റ്റ് തമിഴ്നാട് സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത്. 1.5 ലക്ഷം യൂണിറ്റ് EVകൾ പ്രതിവർഷം നിർമ്മിക്കാൻ ശേഷിയുള്ള കൂറ്റൻ പ്ലാന്റാണ് തൂത്തുക്കുടിയിൽ ഉയരുന്നത്. ഇന്ത്യൻ പ്രവേശനം അടയാളപ്പെടുത്താനായി വിൻഫാസ്റ്റ് 2025 ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. വിയറ്റ്നാമീസ് വിപണിയിൽ EVകൾ മാത്രമല്ല IC എഞ്ചിൻ വാഹനങ്ങളും വിൻഫാസ്റ്റ് വിൽക്കുന്നുണ്ട്. 2024 ഒക്ടോബറിൽ മാത്രം കമ്പനി 11,000 ഇലക്ട്രിക് വാഹനങ്ങളാണ് രാജ്യത്ത് വിറ്റത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 21% വാർഷിക വളർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കലണ്ടർ വർഷം മൊത്തം 59,000 EVകൾ വിതരണം ചെയ്തു. വിൻഫാസ്റ്റിന്റെ VF3, VF5 വാഹനങ്ങൾക്ക് കഴിഞ്ഞ മാസം മികച്ച വിൽപ്പന നേടാനായിട്ടുണ്ട്. VF3യുടെ 5,000 യൂണിറ്റുകളും VF5ന്റെ 5,000 യൂണിറ്റുകളും വിറ്റുപോയി. വിയറ്റ്നാമീസ് വിപണിയിൽ വിപ്ലവങ്ങൾ തീർക്കുന്ന വിൻഫാസ്റ്റ് തങ്ങളുടെ ആഗോള വിപുലീകരണ തന്ത്രങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലും എത്താൻ പോവുകയാണ്. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തുകയാണ് ആദ്യഘട്ടം. ഇന്ത്യയിൽ വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് തുടക്കത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ തീരുവ കുറച്ചു കൊടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തതായാണ് അറിയാൻ കഴിയുന്നത്. ജൂണിൽ വിൻഫാസ്റ്റിന്റെ VF E34 മോഡൽ ഇന്ത്യയിൽ പരീക്ഷണയോട്ടം നടത്തുന്നതിനിടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെയിലായിരുന്നു പരീക്ഷണയോട്ടം. EV പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്താകും വിൻഫാസ്റ്റ് വിൽക്കുക. ടെസ്ലയ്ക്ക് മുമ്പേ വിപണി പിടിച്ചെടുക്കാനാണ് വിൻഫാസ്റ്റ് ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിൽ വില നിർണയവും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ടാറ്റ മോട്ടോഴ്സ്, MG പോലുള്ള കമ്പനികൾ ഇതിനോടകം തന്നെ EVകൾ പുറത്തിറക്കി വിപണിയിൽ സ്വാധീനം നേടിയിട്ടുണ്ട്. മാത്രമല്ല മാരുതി സുസുക്കിയും ഹ്യുണ്ടായും അടുത്ത വർഷം ഇലക്ട്രിക് വാഹന വിപണിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. മാരുതിയുടെ വിറ്റാരയും ഹ്യുണ്ടായി ക്രെറ്റ EVയും ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇലക്ട്രിക് കാറുകളാണ്. ഈ രണ്ട് മോഡലുകളും മിക്കവാറും ജനുവരിയിൽ അവതരിപ്പിക്കപ്പെടുമെന്നാണ് സൂചന. ഈ ഒരു സാഹചര്യത്തിൽ വിൻഫാസ്റ്റ് ഏതൊക്കെ കാറുകൾ ആദ്യം ഇന്ത്യയിൽ എത്തിക്കുമെന്നും അവ ഏത് വിലയിൽ വരുമെന്നതുമാണ് പ്രധാനം. കൂടുതൽ ബ്രാൻഡുകൾ EVകൾ പുറത്തിറക്കാൻ തുടങ്ങിയാൽ അതിന്റെ മെച്ചം ഉപഭോക്താക്കൾക്കാണ്. പ്രാദേശികമായി വാഹനങ്ങൾ നിർമ്മിക്കുന്നതോടെ ഉയർന്ന റേഞ്ചും ന്യൂജൻ ഫീച്ചറുകളുമുള്ള EVകൾ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കുമെന്നതാണ് മെച്ചം. അതിന് എത്ര നാൾ പിടിക്കുമെന്നതാണ് ചോദ്യം. അതുകൊണ്ട് വിൻഫാസ്റ്റ് ഇന്ത്യക്കായി എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.